കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് കൂടി ചേരുന്നു. ലിജോ, കൊല്ലത്ത് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്? നിഷാദെ, കൊല്ലത്തും പല സ്ഥലങ്ങളിലും രാവിലെ മുതൽ ഇടവിട്ട് മഴകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പല സ്ഥലത്തും കൃഷിനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട് ഭാഗികമായി തകർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെയ്ത ശക്തമായ മഴയിലാണ്. പോരുവഴി സ്വദേശിയായിട്ടുള്ള സുരയുടെ വീടാണ് തകർന്നിരിക്കുന്നത്. അടുക്കള ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു വീഴുന്നിട്ടുണ്ട്. വീടിന്റെ അവസ്ഥ ആകെ അപകട നിലയിലാണ്. ഈ വീട് മഴയും ശക്തമായ മഴയുള്ള സമയത്ത് ആ വീട്ടിലെ താമസക്കാരെല്ലാം തന്നെ പുറത്തു പോയിരുന്നതിനാലാണ് വലിയൊരു അപകടം ഒഴിവായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ആ വീട്ടുകാരെ നിലവിൽ അവിടെ നിന്ന് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇനിയും അതുപോലെ ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത്തരത്തിൽ വീട് നിലംപതിക്കാനുള്ള സാധ്യതയുള്ളതായാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. കൊല്ലം ജില്ലയിൽ പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ ശക്തമായ മഴയിൽ 52 വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. ഒരു വീട് പൂർണ്ണമായി തകരുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഹെക്ടർ കണക്കിന് കൃഷിയാണ് പല സ്ഥലങ്ങളിലായി നശിച്ചിട്ടുള്ളത്. ഈ ഉണ്ടായ അപകടങ്ങളിലും മറ്റുമൊക്കെ ഈ മരം വീഴുകയും മറ്റു ശക്തമായി കാറ്റടിക്കുകയും അത്തരത്തിലുള്ള അപകടങ്ങളിലായി മിന്നലേറ്റ് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്ക്.